കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ഒരു സീബ്ര ലൈന് റോഡിലൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ കുണ്ടും കുഴിയും നിറഞ്ഞതല്ലാതെ ഒരു തിരമാലകൾ പോലെയാണ് ഈ ഒരു റോഡ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് പുതിയ റോഡ് കാൽടെക്സ് വരും, കാൽടെക്സ് തൊട്ട് താഴേച്ചു വരികയാണ് ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ. അതുപോലെ റോഡിലെങ്ങും സീബ്ര ലൈനുകളും ഇല്ല, അതായത് നഗരത്തിൽ എവിടെയുമില്ല. തീർച്ചയായും ഞാൻ സീബ്ര ലൈനെ കുറിച്ച് ഞാൻ ഉത്തരവാദപ്പെട്ടവരോട് സംസാരിച്ചത് ഏകദേശം എൻ്റെ ഓർമ്മ വെച്ച് 3 മാസമായി. പക്ഷേ യാതൊരു തരത്തിലുള്ള മറുപടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനോ നമുക്കുണ്ടായില്ല എന്നുള്ളത് സത്യം. നമുക്കറിയാവുന്ന ഈ നമ്മുടെ ട്രാഫിക് ലൈറ്റുകൾ കണ്ണടച്ചാൽ വഴിയോരത്തുള്ള യാത്രക്കാർ ഒരുപക്ഷെ കടന്നു പോകേണ്ട ഒരു വഴി ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട മോട്ടോർ വകുപ്പിനും അതുപോലെ തന്നെ അത് കൈയാളുന്ന MBAയും അതുപോലെ തന്നെ ട്രാഫിക് പോലീസും അല്ലെങ്കിൽ PWDയും കോർപ്പറേഷനും ഒക്കെയാണ് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് പാർക്കാൻ മുന്തിരിത്താപ്പുകൾ എന്ന് പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചോളം നമുക്കൊന്നും ഇത് ബാധകമല്ല എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഇതൊന്നും വലിയ വിഷയമേ അല്ല. നമുക്കറിയാം, ഒരു വഴി മാറിയാൽ അല്ലെങ്കിൽ വണ്ടിയുടെ മറ്റൊരു കാര്യം ടാക്സ് അതിനെ പിഴമുറിക്കാനുള്ള ആത്സുഖ്യം കാണിക്കുന്ന നമ്മുടെ ഉത്തരവാദപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്തുകൊണ്ട് റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇവർ പരസ്പരം അപ്പുറം പന്ത് തട്ടി കളിക്കും പോലെ പറയുകയാണ് പരസ്പരം. കാരണം കോർപ്പറേഷൻ്റെ റോഡിലാണെങ്കിൽ കോർപ്പറേഷൻ, PWD റോഡാണെങ്കിൽ PWD, അതുപോലെ തന്നെ ഹൈവേയുടെ സൈഡാണെങ്കിൽ ഹൈവേ. ഇതൊക്കെ ജനമെന്തറിഞ്ഞു. നിങ്ങളുടെ കടലാസിലെ നിയമവശങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയൂ. പാവപ്പെട്ട ജനങ്ങൾ ഉദ്ദേശിച്ച ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കണ്ണൂർ നഗരത്തിലവർക്ക് റോഡിൻ്റെ തലങ്ങും വരങ്ങും അറിയാത്ത ആളുകൾ ഇവിടെ എത്തിയാൽ ഒരുപക്ഷെ വാഹനത്തിൻ്റെ മുറിയിലേക്ക് ചാടിപ്പോണമെങ്കിൽ നമുക്ക് അല്പമെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് ഈ സീബ്ര ലൈനുകൾ വളരെ കൃത്യമായി കാണേണ്ടതുണ്ട്. ഇത് മാഞ്ഞിട്ട് മാസങ്ങളോളമായി ഞാൻ പറഞ്ഞ 3 മാസമായി തടപെട്ടിട്ട്. പക്ഷേ ഒരു കാരണവശാലും അതിനെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചിരിച്ചു കൈമലർത്തുന്ന അവസ്ഥ. ഇങ്ങനെയാണോ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടതുള്ളതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. റോഡിൻ്റെ ശോചന അവസ്ഥയിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തിരമാല പോലെയാണ് റോഡിൻ്റെ അവസ്ഥ. ഒരു ഭാഗത്തെല്ലാം കൂടി ഓരിക്കുത്തി ഒരു മൂലക്കൊത്തിഞ്ഞു. വണ്ടി ബ്രേക്ക് ചവിട്ടാനും പറ്റില്ല, സൈഡ് കൊടുക്കാനും പറ്റാതിരിക്കത്തില്ല. അത് ഇവിടെ നിന്ന് താഴെ ചുവരുള്ള റോഡിൻ്റെ അവസ്ഥ. അതിപ്പോൾ മേലെ ചുവയുടെ മേൽപ്പാലത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് അത് കഴിയട്ടെ എന്ന് പറയുന്നതാണെങ്കിൽ അതിനു മുൻപേ ഉള്ളതാണ് ഈ നമ്മുടെ കണ്ണൂർ ടു വേലച്ചുവ താണ വരെയുള്ള റോഡുകൾ. ആലോചിച്ച് നോക്കൂ. റോഡ് അപകടങ്ങൾ നിത്യം നമുക്കൊരു പത്രവാർത്തയിലൂടെ നമ്മൾ അറിയുന്നു, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ അറിയുന്നു. പക്ഷേ അതിനൊന്നും തന്നെ കണ്ണു തുറക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നില്ല. അപകടം വന്നാൽ മാത്രം നെട്ടോട്ട്. നമുക്കറിയാം, ചാല ബൈപ്പാസിൽ നമ്മുടെ ഗ്യാസ് ദുരന്തം വന്നപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓടി വന്ന് ഡിവൈഡർ പൊളിച്ചു മാറ്റിയ സന്ദർഭം, മണിക്കൂറുകൊണ്ട് ഡിവൈഡർ പൊളിച്ചു മാറ്റി. അതിൻ്റെ അകത്ത് എത്രത്തോളം യാഥാർത്ഥ്യത്തിൽ ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആ വർഷം കടക്കുന്നില്ല. പക്ഷേ നടപടികൾ എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ മാത്രമാണ് നടപടികൾ വരുന്നത്. അങ്ങനെയാണോ ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടത്? അല്ല. അവരുടെ ജോലികളിൽപ്പെട്ട ഒന്നാണ് ഇത്. എവിടെയാണോ പോരായ്മകൾ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ജനത്തെ രക്ഷിക്കാനുള്ള ഏക പോംവഴി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ കാൽടെക്സി ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 4 ഭാഗത്തും സീബ്ര ലൈനുകളാണ്. എവിടെയാണ് ഈ ലൈനുകൾ എന്ന് വന്ന് നമ്മൾ ജ്യോതിഷക്കാരനൊക്കെ പോയി വാരി വെച്ച് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സീബ്ര ലൈനുകളുടെ അവസ്ഥ. എന്താണ് ഇവരൊക്കെ മനസ്സിലാക്കുന്ന അറിയില്ല. ചെറിയ കുട്ടികൾക്ക് നമുക്കൊരു ബോധവൽക്കരണത്തിന് ഒരു പാഠം ഉൾക്കൊണ്ടതാണ് സീബ്ര ലൈനുകൾ. ആ കുട്ടികൾക്ക് പോലും സീബ്ര ലൈൻ എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് റോഡിലത് കാണണം. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഈ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൂർ ടൗണിൻ്റെ മധ്യഭാഗത്താണെന്നില്ല. ഞാൻ ആരും ഒരു വ്യക്തി ഒരാൾ മാത്രം കുറ്റം പറയുന്നില്ല. ഉത്തരവാദപ്പെട്ടവർ നമുക്കറിയാം, RTO, MBA, അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികൾ, അതുപോലെ തന്നെ നമ്മുടെ MLA, അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയുടെ ആളുകൾ, ഇവരൊക്കെ ശ്രദ്ധ ഇതിലേക്ക് പതിയണം. ഞാൻ ഇത് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, നമുക്കത് സംഭവങ്ങൾ യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്ക് ഈ രീതിയിലേക്ക് ജനങ്ങൾക്കൂടെ നടപ്പാതെ ജനങ്ങൾക്ക് റോഡിൽ സുരക്ഷിതം നടക്കാനുണ്ട്. അപകടമില്ലാത്ത റോഡിൻ്റെ ഒരു സംവിധാനം ഉത്തരവാദപ്പെട്ട ഒരുക്കണം. മാത്രമതി എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഓരോ ലൈനുകളും ഈ കണ്ണൂർ ടൗണിൽ പ്ലാസ ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സീബ്ര ലൈൻ പരിശോധിച്ചാൽ ഒരു സ്ഥലത്തും ലൈവ് അതില്ല. കുറച്ച് ദിവസം മഴയുണ്ട്, ശരി തന്നെ. പക്ഷേ മഴയ്ക്ക് മുൻപേ മാഞ്ഞു പോയതിന് മുൻപേ ഇടപെട്ടതാണ് ഞാൻ. പക്ഷേ മഴ കഴിഞ്ഞിട്ടും ഇപ്പം വെളിച്ചം വന്നിട്ടും ഈ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഒരു മാറ്റം വന്നതിനുള്ള വളരെ ദയനീയമായൊരു കാഴ്ചയാണ് കണ്ണൂർ നഗരത്തെ സംബന്ധിച്ചിട്ടുള്ളത്. ഈ ഒരു 2 വീലർ ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റോഡിലെ തിരമാലകൾ പോലെയുള്ള ഈ ഒരു ടാറിങ്ങിൻ്റെ അവസ്ഥ. അതായത് എനിക്ക് തോന്നുന്നു ടാറിങ് കുറേ കാലമായിട്ട് ചെയ്യാതെ അതൊക്കെ ഊരിക്കുത്തി ഒരു സൈഡിലേക്ക് വ്യാപിച്ച് കിടക്കുകയാണ്. അതായത് ഒരു ആകൃതി ഇല്ലാത്ത രീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അത് ഇരുചക്ര വാഹനങ്ങളെയാണ് ഏറ്റവും കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നവരെയാണ് ബാധിക്കുന്നത്.
അതെ, അതിൽ നമുക്ക് റോഡിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് മെക്കാഡമാണ്. പറയുന്നത് മെക്കാഡമാണെങ്കിലും ഈ മെക്കാഡം അടക്കം ഊരി ഒലിച്ചുകൊണ്ട് അത് ഒരു സ്ഥലത്ത് പോയി അത് ഊറിക്കൂടുന്ന ഒരു അവസ്ഥയിലാണ് റോഡ് ആയിട്ടുള്ളത്. കാരണം ഇതിന് ബേസ്മെൻ്റ് ഇല്ല. നമുക്കറിയാം, നമ്മളെ ഊട് വഴിക്കുള്ള റോഡുകളൊക്കെ 1.5 ഇഞ്ച് കനത്തിൽ വിടാൻ മാത്രമാണ് ഇവർ ഈ കോൺട്രാക്ട് കൊടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അതിന് മാത്രം അനുമതിയുള്ളൂ എന്നുള്ള എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരാഴ്ച, 1 മാസമോ 2 മാസമോ കൊണ്ട് ആ ഒരു റോഡ് നശിച്ചു കഴിഞ്ഞാൽ, ആ റോഡ് നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വീണ്ടും ടെൻഡർ വിളിക്കുകയും അതിന് പണിയെടുക്കും. ഇതിനൊക്കെ എങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ എല്ലാ നിയമ സംവിധാനങ്ങളുണ്ട്, എല്ലാ നിയമ സംവിധാനങ്ങളും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഓരോ സംവിധാനങ്ങൾ നടക്കുന്നത്. ഇത് ആരോടാണ് ചൊല്ലുന്നത്? ഞാൻ സാധാരണ പറയും, നന്ദി ആരോട് ചൊല്ലേണ്ടത് ഞാൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പൊതുജനം എന്ത് ചെയ്തു, എന്ത് പിഴച്ചു എന്നുള്ളതാണ്. അതേ സമയത്ത് ടാക്സിൻ്റെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ആ രീതിയിലേക്കുള്ള ചിന്താഗതികൾ പിന്നെ ഉത്തരവാദപ്പെട്ടില്ലെങ്കിൽ പൊതുജനം അതിനെതിരെ പോരാടുമ്പോൾ അതിനുള്ള എന്താ പറയേണ്ടത്, അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് പുറം ലോകം കാണിക്കാൻ വേണ്ടി ചില ആളുകൾ ഇത്തരം വാർത്തകളുമായി മുന്നോട്ട് വരുന്നത്. അതേ സംബന്ധിച്ചോളം അത് എത്രയോ ഉപകാരപ്രദമായ സംഭവങ്ങളാണ് ഈ തരത്തിലുള്ള വാർത്ത പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളത്.